അപ്പൊ വിനീതുമായിട്ട് എങ്ങനെയാ ഫ്രണ്ട് ആയത്? ഞങ്ങൾ ഓഡീഷൻ മലർവാടിയുടെ ഓഡീഷന് പോയിട്ട് വിനീതേട്ടനെ പരിചയപ്പെട്ട് അതിലൊരു ചെറിയ റോള് ചെയ്തിട്ടുണ്ടായിരുന്നു മലർവാടി സിനിമയിൽ. ഒരു ചെറിയൊരു വളരെ ചെറിയ. പിന്നെ തട്ടത്തിൻ മറയത്ത് എന്ന് പറഞ്ഞ ഒരു വർഷം തട്ടത്തിൻ മറയത്തിലാണ് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മനോജ് എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു 10-15 വർഷമായി. അതും ആൾക്കാർ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ട്. അത് ആ ക്യാരക്ടർ അത്രയും പവർഫുൾ ആയതുകൊണ്ടല്ലേ നമുക്ക് ഇന്നും ആ മനോജ് എന്ന് പറയുന്ന ക്യാരക്ടർ പോലും എനിക്ക് പോലും പറയാൻ പറ്റുന്നത്. സത്യം അത് കണ്ടു. പിന്നെ ഈ പറഞ്ഞ പോലെ വിനീത് അഭിനയിച്ച ഫിലിം അച്ഛൻ കണ്ടോ തിയേറ്ററിൽ വന്നിട്ട്? ഞാൻ അഭിനയിച്ച അത് ഞാൻ കണ്ടു സിനിമയിലെത്തി. അതായത് ഇപ്പം തട്ടത്തിൻ മറയത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം അച്ഛൻ തിയേറ്റേഴ്സിലൊക്കെ പോയി സിനിമ കാണാറുണ്ട്. പിന്നെ സിനിമയിൽ അഭിനയിക്കുന്നു. ഇല്ല, അങ്ങനെ ഭയങ്കര ദേഷ്യവും അച്ഛൻ ഇഷ്ടമില്ലായ്മയും ഇല്ല. കാരണം പഠിച്ചെന്തെങ്കിലും ജോലിക്ക് പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ സിനിമയാണ് ഞാൻ തീരുമാനിച്ചപ്പോ അച്ഛന് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. അവൻ എന്തായാലും ഞാൻ പറഞ്ഞാലും പോകും. അതെ അതെ. അച്ഛൻ പിന്നെ കുറെ കാലം ഇപ്പം കുറെ സിനിമകളൊക്കെ അച്ഛൻ ഒറ്റയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ട് അമ്മയോടൊക്കെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നീട് അവർ ഒരുമിച്ച് പോയിട്ടൊക്കെയാണ്. ഇപ്പൊ അച്ഛൻ ഓർമ്മ പ്രശ്നങ്ങൾ കുറച്ച് ഹെവി ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ പക്ഷെ കാണുന്ന സമയത്ത് ഇപ്പൊ ഇനി ഏതാ സിനിമ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ അങ്ങനെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടമാണ് സിനിമ. അമ്മ പണ്ട് മുതലേ ശരിക്കും എനിക്ക് ആക്ച്വലി സിനിമയോടുള്ള ആഗ്രഹം വരാൻ തന്നെ കാരണം അമ്മയുടെ വീട്ടില് എല്ലാവരും സിനിമ ഭയങ്കരമായിട്ട് കാണുന്ന ആൾക്കാരാണ്. ശരിക്കും ദീപകിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ ഒരു ആക്ടിങ്ങിനോട് ഒരു ഇഷ്ടം തോന്നിയത്? അത് ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്നത് തന്നെ 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. എനിക്ക് ഭയങ്കര ടെൻഷനാണ് സ്റ്റേജിൽ കയറാൻ. ഉറപ്പായിട്ടും ഒരാളുടെ നിന്ന് സംസാരിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ഇൻട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് പരിചയപ്പെട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കും. പക്ഷെ എനിക്കെന്തോ സ്റ്റേജിലേക്ക് കയറുന്നതിന് ഭയങ്കര ഇറക്കും. ഈ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്ന് വായിപ്പിക്കുമല്ലോ ആ ക്ലാസ്സില്. അപ്പൊ ഇങ്ങനെ എത്തിയിട്ട് എന്റെ അടുത്തത് ബെല്ലടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജീവിതത്തിൽ അതിന് അപ്പുറത്തെ സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. പക്ഷെ എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് പെട്ടെന്ന് ഒന്നും കാണൂല. ഞാൻ അക്ഷരങ്ങളും ഒന്നും കാണാൻ അങ്ങനെ പേടിയായിരുന്നു എനിക്ക്. പക്ഷെ അല്ല, പക്ഷെ അത് ആ സമയത്തായിരുന്നു. പിന്നെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലെന്ന് വെച്ചാൽ ഇനി ആ സ്കൂൾ കഴിഞ്ഞ് +2 വേറെ സ്കൂളിലായിരുന്നു. അപ്പം ഇനിയിപ്പം ഈ സ്കൂൾ സ്റ്റേജിൽ എങ്ങനെയും കയറാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളൊരു നാടകം മാമന്മാർ ചെയ്തൊരു നാടകം ഉണ്ടായിരുന്നു, സമയം എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ സ്ക്രിപ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ തന്നെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചൊരു നാടകം സെറ്റ് ചെയ്ത് ഞങ്ങളത് സ്റ്റേജിൽ പെർഫോം ചെയ്തു. പക്ഷെ നാടകം ഭയങ്കര ബോറായിരുന്നു. അല്ല, സ്കൂളില് കലോത്സവത്തിന് സ്കൂൾ ഫെസ്റ്റ് ഉണ്ടാവില്ല, അപ്പൊ അതിന് യൂത്ത് ഫെസ്റ്റിവലിന്, അപ്പൊ അതിന് പെർഫോം ചെയ്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ ഞാൻ കയറുന്നത്. അതോടെ സ്റ്റേജ് ഫ്രൈറ്റ് മാറിയെന്ന് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ +2 പഠിക്കുന്ന സമയത്ത് ഒരു നമ്മുടെ അവിടുത്തെ പ്രിൻസിപ്പളിനെ കളിയാക്കിയിട്ട് ഒരു ചെറിയ സ്കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇയർ. പക്ഷെ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പുള്ളി ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു, രഘുത്തം മാഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട്, ഞാനും നിരൂപ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൂടി, അവനൊരു മീശ ഉണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച്. സാറിന് മീശ ഇങ്ങനെയുള്ള മീശയായിരുന്നു. അപ്പം സീനിയേഴ്സിന്റെ സെൻഡ് ഓഫിന് ഒരു ചെറിയൊരു സ്കിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അതൊക്കെ എടുത്തിട്ട് എല്ലാ ടീച്ചേഴ്സിനും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ടീച്ചേഴ്സൊക്കെ ഭയങ്കര സ്നേഹം. അതിന് മുന്നേ ഇവരൊക്കെ കണ്ടാൽ മൈൻഡാക്കാത്ത ടീച്ചേഴ്സ്. മാഷ കുറ്റം പറഞ്ഞപ്പോ ഹാപ്പി, ഭയങ്കര സന്തോഷമായി. അതോടുകൂടി സ്റ്റേജ് ഫ്രൈറ്റ് മാറി. അപ്പോഴാണ് തോന്നിയ ഉള്ളിലുള്ള ഒരു കലാകാരനോട് നടന്നത്? അങ്ങനെ പോണോ? അല്ല, പിന്നെ പണ്ട് സിനിമകളൊക്കെ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കുമല്ലോ, ഒന്ന് അഭിനയിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു.